ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് ടൈറ്റിൽ വിന്നർ ആയിട്ടുള്ള അനിമോളുടെ ഒരു ഇന്റർവ്യൂ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ബിഗ് ബോസ് ഹൗസിൽ നിന്ന് മടങ്ങിയെത്തിയ ശേഷം ആദ്യമായിട്ടാണ് അനിമോൾ ഒരു ഇന്റർവ്യൂ നൽകുന്നത്. അതും ലക്ഷ്മി നക്ഷത്രയ്ക്കാണ് ഈ ഒരു ഇന്റർവ്യൂ നൽകിയിരിക്കുന്നത്. ലക്ഷ്മി നക്ഷത്രയുടെ യൂട്യൂബ് ചാനലിലെ സിറ്റപ്പ് എന്ന് പറയുന്ന പ്രോഗ്രാമിലാണ് അനിമോൾ പങ്കെടുത്തത്. എന്നാൽ ഈ ഒരു ഇന്റർവ്യൂവിന് വളരെയധികം പ്രത്യേകതകളുണ്ട്. സാധാരണഗതിയിൽ ഒരു ബിഗ് ബോസ് മത്സരാർത്ഥി ഒരു ഇന്റർവ്യൂ നൽകുമ്പോൾ തനിക്കൊപ്പം ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന മറ്റ് താരങ്ങൾക്കെതിരെ ധാരാളം അലിഗേഷൻസ് ഉന്നയിക്കുന്നത് പതിവാണ്. എന്നാൽ അനുമോൾ ഈ ഒരു ഇന്റർവ്യൂവിനകത്ത് ആർക്കെതിരെയും യാതൊരു ആരോപണങ്ങളും ഉന്നയിച്ചിട്ടില്ല. അതുകൂടാതെ ബിഗ് ബോസ് ഹൗസിലേക്ക് പോയ ശേഷം തന്റെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ, തനിക്കുണ്ടായ നേട്ടങ്ങൾ ഇതെല്ലാം പങ്കുവെക്കുന്നതിനൊപ്പം തന്നെ താൻ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരുന്ന ടൈമിൽ തന്റെ കുടുംബത്തിൽ സംഭവിച്ച ഒരു ദുരന്തത്തെക്കുറിച്ചും അനുമോൾ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് അതെല്ലാം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ സബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ബിഗ് ബോസ് ഹൗസിൽ പോയ ശേഷം അനുമോൾക്ക് ജീവിതത്തിൽ സംഭവിച്ച മാറ്റങ്ങൾ എന്തെല്ലാമാണെന്ന് ഒന്ന് കണ്ടു നോക്കാം. ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ലൈഫ് എന്താന്ന് കുറച്ചും കൂടെ നന്നായിട്ട് പഠിക്കാൻ പറ്റി ബിഗ് ബോസിന് ഇറങ്ങിയ ശേഷം. പിന്നെ എന്താ പറയണ്ടേ, മുന്നേക്കാണെന്ന് പറയുമ്പോൾ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ ഒരു വഴി കൂടെ പോകുമായിരുന്നല്ലോ. വീട്ടിൽ അച്ഛനും അമ്മ എന്ന് പറയുന്ന സന്തോഷം മാത്രമായിരുന്നു ഫുൾ ടൈം. ഒരു ജയിലിൽ പിടിച്ചുകൊണ്ടിട്ട് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ആ ഒരു അനുഭവം നമ്മൾ അനുഭവിച്ചിട്ടില്ലല്ലോ. അത് നന്നായിട്ട് അനുഭവിച്ചു. അപ്പൊ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ നമ്മൾ എവിടെ കൊണ്ടിട്ടാലും നമ്മൾ ജീവിക്കും എന്നുള്ളത് പഠിച്ചു നന്നായി. സോ ഇതാണ് അനുമോൾ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പഠിച്ചത്. നമുക്കറിയാം, സ്റ്റാർ മാജിക് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ ഫുൾ ഫണ്ണായിരുന്നു. അതുകൊണ്ട് തന്നെ അനുമോളുടെ ചിരിച്ചു കളിച്ച മുഖം മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. വല്ലപ്പോഴും ഒരിക്കൽ ഒരു സെന്റിമെന്റൽ അപ്രോച്ച്, അതായത് കരയുന്ന സീനൊക്കെയാണ് അനുമോളുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. എന്നാൽ ബിഗ് ബോസ് ഹൗസിലേക്ക് അനുമോൾ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നിരന്തരം കരയുന്ന സീനുകളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. മോഹൻലാൽ പോലും വന്ന് അനുമോളോട് ദേഷ്യപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനുള്ള കാരണം എന്താണെന്ന് അനുമോൾ ഈ ഒരു ഇന്റർവ്യൂവിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്തായാലും ബിഗ് ബോസിലൂടെ തനിക്ക് കിട്ടിയ പണം അതെങ്ങനെ വിനിയോഗിച്ചു എന്നും അനുമോൾ ഇതിനകത്ത് പറയുന്നുണ്ട്. നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. നമ്മള് വിന്നറായി, നമ്മള് എന്താ സ്വപ്നം കണ്ട പോലെ തന്നെ എന്താ പറയാ, നമുക്ക് ക്യാഷ് മണി കിട്ടി, അതുപോലെ തന്നെ കാറ് കിട്ടി. ഈ പൈസ എല്ലാം എന്തൊക്കെ ചെയ്തു അതൊക്കെ ഇവിടെ പറയുന്നത്. സ്ഥലം മേടിച്ചു സിറ്റി തന്നെ. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു സിറ്റിയിൽ സ്ഥലം മേടിച്ച് ഇവിടെ വീടൊക്കെ വെക്കണം. വാശിയായിരുന്നു. കാരണം ഇപ്പൊ താമസിക്കുന്ന വീട് അറിയാലോ, സിറ്റിയിൽ മാള് സ്ഥലം മേടിച്ച് ഞങ്ങൾ വീട് വെച്ചതായിരുന്നു എല്ലാരും കൂടെ ചേർന്നിട്ട്. അപ്പൊ അത് നമ്മൾ വെച്ചതാണെങ്കിലും അത് അവൾക്ക് നമ്മൾ വെച്ചു കൊടുത്തതാണ്. കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ അവൾക്കൊരു വീട് വെച്ചു കൊടുക്കണം നമുക്ക് ആഗ്രഹമായിരുന്നു. അപ്പൊ ഞങ്ങൾ ചേർന്ന് വെച്ചു കൊടുത്ത വീടാ. അപ്പൊ അതിന്റെ ലോണാണ് ആ 30 ലക്ഷം എന്നൊക്കെ പറഞ്ഞിരുന്നത്. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് സ്വന്തമായിട്ട് എനിക്ക് കുറച്ചും കൂടെ സിറ്റിയിൽ ഉള്ളിലോട്ടല്ല, കുറച്ചും കൂടെ സിറ്റിയിലോട്ട് എനിക്കൊരു വീട് വെക്കണമെന്നും സ്ഥലം മേടിച്ചിടണമെന്നും അതൊരു അസറ്റാണല്ലോ. അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ബിഗ് ബോസിന് ഇറങ്ങിയപ്പോൾ തന്നെ എനിക്കിങ്ങനെ അമ്മയച്ഛനും ചേച്ചിയൊക്കെ പറഞ്ഞു, ഇവിടെ സ്ഥലം വെക്കാതിട്ടിരിക്കുന്നു, മേടിക്കുന്ന നല്ല സ്ഥലമാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഏരിയ ആയിരുന്നു അത്. അപ്പൊ ഒരു സ്ഥലം മേടിക്കാന്ന് പറഞ്ഞാൽ അവർക്കും ഒരു വെയിറ്റ്. അതെ അതെ അങ്ങനെ അവര് നല്ല എമൗണ്ട് ആയത്. അപ്പൊ അത് പിന്നെ റിച്ച് അല്ലേ. അങ്ങനെ ഞാൻ സ്ഥലം മേടിച്ചു. ശരി, സ്ഥലം മേടിച്ചു. പിന്നെ അവിടെ ഞാൻ ഇപ്പൊ തന്നെ സിറ്റി തന്നെ ഞാനൊരു 10-25 സെന്റ് സ്ഥലം മേടിച്ചിട്ടുണ്ട്. വാവ്, കൊടുകൈ. 25 സെന്റ് സിറ്റിയില്. പിന്നെ എത്ര ചോദിക്കില്ല, ഞാൻ ചോദിച്ചില്ലല്ലോ. പിന്നെ എന്തൊക്കെ ചെയ്തു? പിന്നെ ഗോൾഡ് മേടിച്ചു വെച്ചു. പിന്നെ അത് ബാങ്കിൽ ഇരിക്കുക കേട്ടോ, അല്ലെങ്കിൽ കള്ളം. ഇപ്പൊ ഇത് കണ്ടിട്ട് ചിലപ്പോ കള്ളം വരെ കയറി വീട്ടിനകത്ത്. ഇതൊക്കെ നല്ല മികച്ച തീരുമാനമാണ്. സാധാരണഗതിയിൽ ബിഗ് ബോസിലൊക്കെ പോയിട്ട് വരുമ്പോൾ പണം കിട്ടും. ആ പണം കൊണ്ട് ബാങ്കിലിടും, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുമിത്രാദികൾക്ക് കൊടുക്കും, അല്ലെങ്കിൽ അതുകൊണ്ട് ഫോറിൻ ട്രിപ്പ് പോകും. അതൊക്കെയാണ് സാധാരണഗതിയിൽ നമ്മുടെ താരങ്ങൾ ചെയ്യാറുള്ളത്. പക്ഷേ അനുമോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് പ്രാക്ടിക്കലായിട്ടാണ്. 25 സെന്റ് സ്ഥലം തിരുവനന്തപുരം നഗരത്തിൽ വാങ്ങി. നമ്മുടെ തലസ്ഥാന ജില്ലയാണ് തിരുവനന്തപുരം. അനുദിനം അവിടെ സ്ഥലത്തിന് വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ കിട്ടിയ പണത്തിൽ നിന്ന് ഒരു തുക ചിലവഴിച്ച് 25 സെന്റ് സ്ഥലം വാങ്ങിച്ചിടുക എന്ന് പറയുന്നത് ഭാവിയിലേക്കുള്ള വൻ നിക്ഷേപമാണ്. കാരണം മറ്റൊന്നുമില്ല, അനുദിനമാണ് തിരുവനന്തപുരം ജില്ലയിൽ സ്ഥലത്തിന് വില കൂടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇത് ഭാവിയിലേക്ക് നല്ലൊരു മുതൽക്കൂട്ടായിട്ട് മാറും. ഭാവിയിൽ ഈ പറയുന്ന 25 സെന്റ് സ്ഥലത്തിന് ചിലപ്പോൾ കോടികൾ വില വരും. പിന്നെ അതുകൂടാതെ സ്വർണവും, നമുക്കറിയാം സ്വർണത്തിന് ഇപ്പോൾ അനുദിനം വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ സ്വർണത്തിലൊക്കെ നിക്ഷേപം നടത്തുന്നത് വളരെ മികച്ച ഒരു തീരുമാനമാണ്. അനുമോൾക്ക് കിട്ടിയ ക്യാഷ് അവർ സേഫ് ആയിട്ട് അവരുടെ ഭാവി ജീവിതത്തിന് ഉതകുന്ന തരത്തിൽ വിനിയോഗിച്ചു എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതുകൂടാതെ ഫോണും മറ്റു കാര്യങ്ങളൊക്കെ സഹോദരിക്ക് മേടിച്ചു കൊടുത്തു. അതിനെക്കുറിച്ചൊക്കെ ഇവർ പറയുന്നുണ്ട്. അതൊന്നും ഒരു പാഴ് ചെലവല്ല. കാരണം മറ്റൊന്നുമല്ല, ഫോൺ എന്ന് പറയുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ആവശ്യമായിട്ടുള്ള ഒരു സാധനമാണ്. അതുകൂടാതെ ഇവരൊക്കെ സെലിബ്രിറ്റീസ് ആണ്, വീഡിയോസും മറ്റു കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുന്നവരാണ്. അതൊക്കെ ഷൂട്ട് ചെയ്യാണ്ട് നല്ല ക്യാമറയുള്ള
ഫോണും മറ്റു കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. അതുകൊണ്ട് അതും ഒരു പാഴ്ചെലവാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും നമുക്ക് ബാക്കിയും കൂടി ഒന്ന് കാണാം. സ്റ്റാർ മാജിക് എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താ പറയണ്ടേ, നമ്മളെ എല്ലാം നമ്മുടെ ഫാമിലിയിലുള്ള മെമ്പേഴ്സാണ്. അപ്പൊ അവിടെ ഇങ്ങനെ ഈഗോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. ബിഗ് ബോസ് ഒന്നും ഫാമിലിയിലുള്ളവരല്ല, കുടുംബത്തിലുള്ളവരല്ല. അങ്ങനെ പറഞ്ഞാണ് ഞാൻ അങ്ങോട്ട് കയറി ചെന്നത്. പിന്നെ നമ്മുടെ ഫാമിലി ആയിട്ട് കാണണം. നമ്മളൊരു ഒരു കുടുംബത്തിലോട്ട് പോകുമ്പോൾ നമ്മൾ എങ്ങനെയാ ആ ഒരു കുടുംബത്തിൽ ചെന്ന് ഒരു നമ്മൾ കല്യാണം കഴിഞ്ഞ വീട്ടിലോട്ട് ചെന്ന് കയറുമ്പോൾ നമ്മൾ നമ്മുടെ ഫാമിലിയിലോട്ട് നമ്മുടെ എല്ലാവരെയും നമ്മുടെ അച്ഛനും അമ്മയായിട്ട് കാണണം, അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളായിട്ട് കാണണം, നമ്മുടെ ഫ്രണ്ട്സായിട്ട് കാണണം, എല്ലാവരും സ്നേഹിക്കണം. നമ്മൾ ശത്രുക്കളല്ലല്ലോ. അങ്ങനെ കാണണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ട് ചെന്ന് കയറി കൊടുത്തത്. പിന്നെ എനിക്ക് മനസ്സിലായി ഇവരൊക്കെ എന്നെ ശത്രുവായിട്ട് കാണുന്നവരാണെന്ന്. പിന്നെ നമ്മള് സിറ്റുവേഷൻ അനുസരിച്ച് നമ്മുടെ സ്വഭാവം മാറത്തില്ലേ. ഗ്യാങ് അറ്റാക്ക് ആയിരുന്നു മൊത്തത്തില്. ഈ ധൈര്യമൊക്കെ എവിടുന്ന് കിട്ടി? അത് ചേച്ചി നമുക്ക് ഏതൊരു മനുഷ്യന് ആ സമയത്ത് വരുന്നതാ. കാരണം നമുക്കിപ്പോ നമ്മുടെ കയ്യിൽ ഫോണില്ല, നമ്മുടെ കയ്യിൽ വാച്ച് ഇല്ല. പിന്നെ വിളിച്ചു കഴിഞ്ഞാൽ ബിഗ് ബോസ് ഒന്ന് എൻ്റെ അടുത്ത് വരുമോ എന്ന് ചോദിച്ചാൽ പോലും ആരും ഇല്ല. സോ ഇത് അനുമോൾക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണ്. കാരണം മറ്റൊന്നുമില്ല, സ്റ്റാർ മാജിക് എന്ന് പറയുന്ന പ്രോഗ്രാം അതൊരു കോമഡി പ്രോഗ്രാമാണ്. അതിനകത്ത് നിങ്ങളൊരു ഫാമിലിയെ പോലെ തന്നെയാണ് അന്നും ഇന്നും കഴിയുന്നത്. പക്ഷേ ബിഗ് ബോസ് എന്ന് പറയുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കീറി ഒരു ഫെയിം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മയാണ്. അവിടെ നിങ്ങൾ ഇത്തരത്തിലുള്ള മനുഷ്യപ്പറ്റുള്ള ഒരു സമീപനവും പ്രതീക്ഷിക്കേണ്ട. അവിടെ പ്രണയം മുട്ടിടുന്നതും അവർ പിന്നീട് വിവാഹം കഴിക്കുന്നതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും കൂടുതലും ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ തമ്മിൽ തല്ലും തലകീറും മാത്രമാണ് നടക്കുന്നത്. അവിടെ ഈ പറയുന്ന മനുഷ്യപ്പറ്റിനോ സഹതാപത്തിനൊന്നും ഒരു വാല്യൂമില്ല. അവർക്ക് എങ്ങനെയും ഈ ഒരു ബിഗ് ബോസിന്റെ ടൈറ്റിൽ വിന്നറായിട്ട് മാറണം, അതിനു വേണ്ടിയിട്ടുള്ള പണി അവർ നല്ല രീതിക്ക് എടുക്കും. പിന്നെ അനുമോളെ സംബന്ധിച്ചിടത്തോളം അനുമോൾ എന്ന് പറയുന്ന വ്യക്തിക്ക് കഴിഞ്ഞ സീസണിലെ ബിഗ് ബോസ് മത്സരാർത്ഥികളിൽ എല്ലാവരെയും അപേക്ഷിച്ച് നല്ല രീതിക്കുള്ള ഫാൻ സപ്പോർട്ട് ഓൾറെഡി ഉണ്ടായിരുന്നു. അതിന് മുഖ്യ പങ്ക് വഹിച്ചത് സ്റ്റാർ മാജിക് എന്ന് പറയുന്ന പ്രോഗ്രാമാണ്. അതിലൂടെ തന്നെയാണ് മലയാളികൾക്ക് ഏറ്റവും അധികം പ്രിയപ്പെട്ട ഒരു താരമായിട്ട് അനുമോൾ മാറിയത്. അത്തരത്തിലൊരു ഫെയിമുള്ള ഒരു വ്യക്തി വരുമ്പോഴത്തേക്ക് തങ്ങൾക്ക് അതൊരു ചാലഞ്ചായി മാറുമെന്ന് മറ്റു മത്സരാർത്ഥികൾ തിരിച്ചറിയും. അവർ ഉറപ്പായിട്ടും അനുമോളെ അറ്റാക്ക് ചെയ്യും. അറ്റാക്ക് ചെയ്യുന്നത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, അനുമോളെ മാക്സിമം എക്സ്പോസ് ചെയ്ത് പ്രൊവോക്ക് ചെയ്ത് അനുമോൾക്ക് നെഗറ്റീവ് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം തന്നെയാണ് അവർ നടത്തിയത്. പക്ഷെ അനുമോൾ അവിടെ നെഗറ്റീവ് റീച്ച് ഉണ്ടാക്കുന്നതിന് പകരം കരയുകയാണ് ചെയ്തത്. കരഞ്ഞ് ജനങ്ങളുടെ കൂടുതൽ സഹതാപം പിടിച്ചു പറ്റുകയാണ് ചെയ്തത്. അതാണ് യാഥാർത്ഥ്യം. എന്തായാലും ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയെ മാക്സിമം ജീവിതത്തിൽ യൂട്ടിലൈസ് ചെയ്ത ഒരു താരം എന്ന് പറയുന്നത് അനുമോളാണ്. അത് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. പിന്നെ അനുമോൾക്കെതിരെ ഇത്രയധികം അറ്റാക്ക് വരാൻ കാരണം മറ്റൊന്നുമല്ല, അനുമോളുടെ PR ടീമാണ്. അനുമോൾ ആരെ PR ഏൽപ്പിച്ചിരുന്നു, ആ PR ഏൽപ്പിച്ചിരുന്ന വ്യക്തി തങ്ങൾക്കെതിരെ നിലനിൽക്കുന്ന ഒരാളാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഈ പറയുന്ന താരങ്ങളെല്ലാവരും തന്നെ അനുമോളെ അറ്റാക്ക് ചെയ്തത്. എനിക്ക് തോന്നുന്നു ഷെഫീന ബീബിനെ വല്ലതുമാണ് PR ഏൽപ്പിച്ചതെന്നൊരു ഡൗട്ടുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഏറ്റവും അവസാനം മോഹൻലാലിനെ ഉൾപ്പെടെ ഷെഫീന ബീബി തെറി പറഞ്ഞതിന്റെ സാഹചര്യത്തിൽ അനുമോളുടെ ഭാഗത്തു നിന്ന് ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് വന്നായിരുന്നു. ഷെഫീന ബീബി എന്ന് പറയുന്ന വ്യക്തിനെ ഞങ്ങൾ PR ഏൽപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അതായത് ഷെഫീന ബീബി എന്ന് പറയുന്ന യൂട്യൂബറെ പൂർണ്ണമായിട്ട് തള്ളിക്കളയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് അനുമോളുടെ ഭാഗത്തു നിന്നുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് അതിനെക്കുറിച്ച് പറയുന്നത് കേട്ട് നോക്കാം. പിന്നെ കരയുന്ന കാര്യം എന്താണെന്നറിയാവോ, കരയുന്ന കാര്യം ആലോചിക്കുമ്പോൾ ഇതെന്താ ഇങ്ങനെ, അല്ലെങ്കിൽ അപ്പം അച്ഛനമ്മയൊക്കെ ഓർമ്മ വരും. മര്യാദയ്ക്ക് വീട്ടിൽ ഇരുന്നതാ ഫുഡും കഴിച്ചുകൊണ്ട്, വല്ല ആവശ്യമുണ്ടോ ഇങ്ങോട്ട് വരാനായിട്ട്. പിന്നെ ഇവരൊക്കെ എന്തിനാ എൻ്റെ അടുത്ത് ഇങ്ങനെ കാണിക്കുന്നത്, എന്തിനാ എൻ്റെ അടുത്ത് ഇത്ര ദേഷ്യം എന്നൊക്കെ. പിന്നെ മനസ്സിലായി എന്തിനാ എൻ്റെ അടുത്ത് ഇത്ര ദേഷ്യം. പിന്നെ എനിക്ക് മനസ്സിലായേ ഒന്നാമത്തെ കാര്യം ദേഷ്യം എന്ന് പറഞ്ഞാൽ ഞാനൊരു സെലിബ്രിറ്റി ആയിരുന്നല്ലോ നോൺ ഫെയിം മീൻസ് ആണ്. കാരണം ഞാനൊരു അറിയുന്ന ഒരു നോൺ ആയിട്ടുള്ള ഒരു ഫെയിം അതെ വെച്ച് കഴിഞ്ഞാല് ഈ വന്നവരെക്കാളും ഞാൻ ഓപ്പണായിട്ട് പറയാണ്, ഞാൻ വന്നവരെക്കാളും കുറച്ച് ഫെയിം കൂടുതലാണ്. ഫോളോവേഴ്സ് ഓക്കെ നോക്കണ്ട, ഫെയിം കൂടുതലാണ്. കാരണം പ്രേക്ഷകർക്ക് അറിയാം, കാണുന്ന വീട്ടിലൊരു കുട്ടിയാണ് എല്ലാവർക്കും ഓഡിയൻസ് സപ്പോർട്ട് ഉള്ളതും കൂടി ഉണ്ട് നന്നായിട്ട്. പിന്നെ നോക്കുമ്പോൾ അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഇനി ഫാൻസ് ഒക്കെ ഉള്ളത് കൊണ്ടാണ്, എന്നെ സ്നേഹിക്കുന്ന ഒത്തിരി പേരുള്ളത് കൊണ്ടാണ് ഇവർക്കൊക്കെ എൻ്റെ ഇത്ര ദേഷ്യം. അസൂയാണോ എന്താണെന്നറിയില്ല. പിന്നെ എനിക്ക് മനസ്സിലായി, ഞാൻ എടുത്ത് മുകളിൽ വെച്ചിരിക്കുന്ന ഒരാളുണ്ട്, PR എന്ന് പറയുന്ന ഒരാള്. അയാള് എനിക്ക് ആ പുള്ളിയാണ് എൻ്റെ PR എന്ന് ഇവർ നേരത്തെ കൂട്ടി അറിഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് ദേഷ്യം എന്നുള്ള കാര്യം പിന്നീട് എനിക്ക് മനസ്സിലായതോ. സോ ഇത്തവണ ബിഗ് ബോസിലേക്ക് പോകുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അനുമോളെ കോൺടാക്ട് ചെയ്യുക. അനുമോളുടെ PR വർക്ക് ആരാണ് ചെയ്തതെന്ന് ചോദിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് ആ ഒരു വ്യക്തിനെ നിങ്ങൾ ഒഴിവാക്കുക. അല്ലെങ്കിൽ കഴിഞ്ഞ തവണ അനുമോള് ബിഗ് ബോസിൽ സ്ട്രഗിൾ ചെയ്ത കണക്ക് തന്നെ നിങ്ങളും സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വരും. അനുമോളുടെ ഫാൻ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് അവർ ആ ടൈറ്റിൽ വിന്നറായി മാറിയത്. ധാരാളം സ്ട്രഗിൾ അവരവിടെ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. മോഹൻലാൽ വരെ വന്ന്
അനിമോളോട് ചൂടാവുന്നത് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് അനിമോളുടെ PR എടുത്ത ടീം ആരാണെന്ന് വ്യക്തമായിട്ട് നിങ്ങളൊന്ന് അന്വേഷിച്ച് കണ്ടെത്തുക. പറ്റുമെങ്കിൽ ആ ഒരു വ്യക്തിനെ ഒഴിവാക്കിയ ശേഷം മാത്രം നിങ്ങൾ ബിഗ് ബോസിലേക്ക് പോവുക, അല്ലെങ്കിൽ ഇതേപോലെ ഏറിൽ കയറേണ്ടതായിട്ട് വരും. പിന്നെ ഇതിനകത്ത് ഏറ്റവും അവസാനം വന്നപ്പോൾ ശരിക്കും സങ്കടം വന്നു പോയി കേട്ടോ. ഈ ബിഗ് ബോസിലേക്ക് അനിമോൾ പോയ ശേഷം അനിമോൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടത് അവരുടെ സഹോദരിയാണ്. ആ ടൈമിൽ അവർ പ്രഗ്നൻ്റ് ആയിരുന്ന ചേച്ചി റെസ്റ്റ് ഒന്നും ഇല്ലാതെ ഈ അനിമോളെ ബിഗ് ബോസിൽ എങ്ങനെയും വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഓടുന്ന ഓട്ടത്തിനിടയ്ക്ക് അബോ ടൈപ്പ്, അതിനെക്കുറിച്ച് അനിമോൾ പറയുന്നത് നമുക്കൊന്ന് കണ്ടുപോകാം. എന്നെ ഏറ്റവും കൂടുതൽ അതിപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്ത ഓഡിയൻസും പറയുന്നുണ്ട്, എൻ്റെ ഫ്രണ്ട്സും പറയുന്നുണ്ട്, ഒരുപാട് പേര് പറയുന്നുണ്ട്, നിന്നെ ഏറ്റവും കൂടുതൽ ഇതിനു വേണ്ടി 100 ദിവസവും നിനക്ക് വേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തത് എൻ്റെ ചേച്ചിയാണ്. ജോലി വരെ മാറ്റി വെച്ചു. അത് കൂടാതെ പ്രഗ്നൻ്റ് ആയി അബോർഷൻ വരെ ഓടി നടന്നിട്ടാ അതുവരെ പോയി. അതാണ് പെട്ടെന്ന് സങ്കടം. കാരണം നമ്മൾ നെക്സ്റ്റ് ബേബിക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അവൾ അത്ര ഹാർഡ് വർക്ക് ചെയ്തു. ശരിക്കും മനുവിന്റെ ചേച്ചിയാണ് കേട്ടോ ഓരോ ഇങ്ങനെ ലക്ഷ്മി ഇപ്പം ലൈക്ക് നമ്മുടെ ഗ്രാൻഡ് ഫിനാലയുടെ തലേന്ന് വരെ വീഡിയോ കോർഡിനേറ്റ് ചെയ്ത് ഞാൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു, ഒന്ന് കൊളാബും കൂടി ഇടുമോ എന്നൊക്കെ ചോദിച്ചു. അമ്മയ്ക്ക് വയ്യാണ്ടായി, അച്ഛന് വയ്യാണ്ടായി, പോട്ടെ. എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ ചേട്ടച്ചനാണ്, അച്ഛന് എനിക്ക് ഈക്വലാണ് എൻ്റെ ചേട്ടൻ എന്ന് പറയണ. പുള്ളി വരെ ചേച്ചി പറയുക ചേട്ടൻ കരയുന്നത് ചേച്ചിയുടെ ലൈഫിൽ കണ്ടിട്ടില്ല എന്ന്. ചേട്ടൻ വരെ കരയുന്നത് ഞാൻ കണ്ടു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ചേട്ടൻ എന്താ പറയണ്ടേ, അവക്ക് ഇങ്ങനെ അബോർഷൻ ആയപ്പോൾ പോലും ചേട്ടൻ കരഞ്ഞിട്ടില്ല. പക്ഷെ അനു ബിഗ് ബോസിൽ വിഷമിക്കണം കണ്ടപ്പോൾ ഒരു ഭയങ്കരമായിട്ട് കരഞ്ഞു. അവസാനം ചേട്ടൻ TV ഓഫ് ചെയ്ത് വെച്ചു കാണണ്ടാന്ന്. ഇവിടെ സത്യത്തിൽ ഇത് ആ ഫാമിലിയുടെ ബോണ്ടാണ് കാണിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, അനിമോൾ എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസിൽ എത്രമാത്രം സ്ട്രഗിൾ ചെയ്തു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവർ പലപ്പോഴും അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ടൈമിൽ ആ കുടുംബത്തിന്റെ മാനസികാവസ്ഥ എന്താണ് എന്ന് അനിമോൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നമ്മളെല്ലാവരും അറിയുന്നത്. അങ്ങനെ ഒരു ഫാമിലി കിട്ടാണ്ട് നല്ലൊരു ഭാഗ്യം ചെയ്യണം. ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇവർ ഏറ്റവും ഭാഗ്യവതിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്, പറയാതിരിക്കാൻ പറ്റില്ല. നമുക്കറിയാം പല സെലിബ്രിറ്റീസിൻ്റെ ഫാമിലിയിലുണ്ടാകുന്ന ഇഷ്യൂസ് എല്ലാം പുറത്തേക്ക് വരുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെയുള്ളപ്പോൾ ഏറ്റവും അധികം ബന്ധങ്ങൾക്ക് മൂല്യം കൽപ്പിക്കുന്ന ഒരു ഫാമിലിയാണ് ഇവരുടേതെന്ന് പറയുമ്പോഴത്തേക്ക് ഇവർക്കതിൽ അഭിമാനിക്കാം. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സോ ഗൈസ്, നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും രേഖപ്പെടുത്താണ്ട് മറക്കരുത്.